സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ നമുക്കൊരു 15 ഡേയ്സിന്റെ ക്ലാസ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ കവർ ആവുന്നത് ഇപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 15 ഡേയ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത് 4 പ്ലാറ്റ്ഫോംസ് ആയിരിക്കും. അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ ആൻഡ് ട്വിറ്റർ. ഓക്കെ, അപ്പൊ ഈ 4 പ്ലാറ്റ്ഫോംസിലായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പം നാലിലും എങ്ങനെയാണ് ഓർഗാനിക് ആയിട്ട് അതേപോലെ പെയ്ഡ് ആയിട്ട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുക, അതിനായിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റത്തെ രണ്ടെണ്ണം ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ആണ്. അപ്പൊ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും മെറ്റ എന്നുള്ള കമ്പനിയുടെ കീഴിലാണ്. സോ നമ്മൾ അതിനെ രണ്ടിനെയും ഒരുമിച്ചിട്ടായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്, ഒരുമിച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പം ഫ്രം ദ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി നമ്മൾ നോക്കും. ഇത് എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, ജസ്റ്റ് പറഞ്ഞു പോവാത്. പിന്നെ അതിലെങ്ങനെയാണ് ഇപ്പൊ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ഒരു ബിസിനസിന്റെ ആക്ടിവിറ്റീസും പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബിസിനസ് പേജ് വേണം. ഓക്കെ, അപ്പം ഫേസ്ബുക്കിൽ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ആണ് വേണ്ടത്. ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാം ബിസിനസ് അക്കൗണ്ട് ആണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഒരു ബിസിനസ് എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കും. പിന്നെ നമ്മൾ രണ്ടും മെറ്റ കമ്പനിയുടെ കീഴിലായതുകൊണ്ട് തന്നെ നമുക്കൊരു ടൂൾ ഉണ്ട്, മെറ്റാ ബേസിസ് സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ മെറ്റാ ബേസിസ് സ്യൂട്ടിൽ കുറെ ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, അതിന്റെ എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കവർ ചെയ്യും. അതേപോലെ നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി, പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആഡ്സ് മാനേജർ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ആഡ്സ് മാനേജർ എടുക്കുന്നത്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ അതിൽ എങ്ങനെയാണ് ഡിഫറെന്റ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, റീമാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം, റീടാർഗറ്റിംഗ് എങ്ങനെ ചെയ്യാം, അതൊക്കെ നമ്മൾ അതിൽ കവർ ചെയ്യും. പിന്നെ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിലുള്ള ഓഡിയൻസിലേക്ക് നമുക്ക് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രൂ നമുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാം. അപ്പൊ അതെങ്ങനെ ചെയ്യാം, അതിനായിട്ട് നമുക്ക് മെറ്റാ പിക്സൽ നമുക്ക് യൂസ് ചെയ്യണം. അപ്പൊ മെറ്റാ പിക്സൽ എന്താണ്, അതെങ്ങനെയാണ് വെബ്സൈറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അതേപോലെ വെബ്സൈറ്റിൽ എങ്ങനെ ഇവന്റ്സ് ത്രൂ ട്രാക്ക് ചെയ്യാം, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് നമ്മൾ ആ ഒരു പോർഷൻസ് എല്ലാം കവർ ആക്കും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ലിങ്ക്ഡിൻ ആണ്. അപ്പൊ ലിങ്ക്ഡിനിൽ നമുക്ക് ഓർഗാനിക് ആയിട്ടും ഇതുപോലെ പെയ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റും. ഒരുപാട് കമ്പനീസ് ഇപ്പം ലിങ്ക്ഡിൻ പെയ്ഡ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അതും കൂടെ കവർ ചെയ്യണം. അതേപോലെ ലിങ്ക്ഡിനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്ഡിനിലെ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ ആണ്. സോ അതെങ്ങനെയാണ് നല്ല രീതിയിൽ ചെയ്യുക, അതെല്ലാം നമ്മൾ കവർ ചെയ്യും. പിന്നെ വരുന്നത് ട്വിറ്റർ ആണ്. ട്വിറ്ററിൽ കുറച്ചുകൂടി ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് അത് യൂസ് ചെയ്യുന്നത്. അതിലെങ്ങനെയാണ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത്, അതായിരിക്കും അതിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ഈ 4 പ്ലാറ്റ്ഫോംസിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഓക്കെ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കൊരു ഒരു ബിസിനസ് ഉണ്ട്, അതൊരു സ്മോൾ സ്കെയിൽ ബിസിനസ് ആയിക്കോട്ടെ, ഒരു ലാർജ് സ്കെയിൽ ബിസിനസ് ആയിക്കോട്ടെ, അതിന് നമുക്ക് ഒരു നമുക്ക് ഒരു കാര്യം സെല് ചെയ്യാനുണ്ടാവും. അത് മേ ബി ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സർവീസ് ആയിരിക്കാം. ഓക്കെ, അപ്പം അതിനെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ് ത്രൂ നമ്മൾ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് നെറ്റ്വർക്ക്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ള കുറച്ച് നെറ്റ്വർക്ക്സ് ആണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ലിങ്ക്ഡിനും ട്വിറ്ററും. ഓക്കെ, അപ്പം അതിലെ ഓഡിയൻസിലേക്ക്, നമ്മുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക്, നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ എങ്ങനെ കണ്ടുപിടിക്കാം, അവരിലേക്ക് എങ്ങനെ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസസിനെ എത്തിക്കാം, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ത്രൂ. ഓക്കെ, അപ്പൊ അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എൻഗേജിങ് ആയിട്ടുള്ള കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം, പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ കെറോസൽസ് ക്രിയേറ്റ് ചെയ്യാം, റീൽസ് ക്രിയേറ്റ് ചെയ്യാം, ഷോർട്ട് വീഡിയോസ് ആയിട്ടുള്ള റീൽസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇതേപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്ക് ഷെയർ ചെയ്ത് ഓഡിയൻസ് അതിലേക്കുള്ള നമ്മുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ നമ്മൾ അതിലേക്ക് എത്തിക്കുക, നമ്മുടെ അക്കൗണ്ട്സിലൊക്കെ ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഒരു ഓൺലൈൻ ക്ലോത്തിങ് ബ്രാൻഡ് ആണ് ഉള്ളതെന്ന് വിചാരിച്ചോ. അപ്പൊ അതിലുള്ള ഓഡിയൻസ് ഇപ്പൊ കുറച്ച് അത്യാവശ്യം ഫാഷനബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ് നമ്മൾ സെല് ചെയ്യുന്നത്. അപ്പൊ അതില്
നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓഡിയൻസിനെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമുക്കൊരു ബിസിനസ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ക്ലയന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു ഓൺ ബിസിനസ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെയും അതേപോലെ അത് യൂസ് ചെയ്യാൻ പോകുന്ന ഓഡിയൻസിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ആ ഓഡിയൻസ് നമ്മൾ ഇതിൽ ഏത് പ്ലാറ്റ്ഫോംസിലാണ് ഉള്ളതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിലേക്ക് ആ ഒരു ഇതിനെ വേണം നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് അതിലേക്ക് നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം. ഇപ്പം നമുക്ക് ഇപ്പൊ ഓൺലൈൻ ക്ലോത്തിങ് ബ്രാൻഡ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്ന സമയത്ത് അത് കൂടുതലായിട്ട് നമ്മൾ ട്രെൻഡിങ് അനുസരിച്ചിട്ട് ക്ലോത്ത്സ് വെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ട്രെൻഡിന്റെ പുറകെ പോകുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് ആയിരിക്കും. അതേപോലെ കൂടുതലായിട്ട് നമ്മൾ ഇന്റർനെറ്റിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനെ ഓഡിയൻസിനെ നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടും യങ്സ്റ്റേഴ്സ് ഉള്ള ഓഡിയൻസ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. അപ്പം ഇൻസ്റ്റാഗ്രാം എന്നുള്ള അക്കൗണ്ട് നമ്മൾ ചൂസ് ചെയ്യാം. അതേപോലെ ഇപ്പൊ ജസ്റ്റ് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തിടുന്നതിന് പകരം കൂടുതലായിട്ട് നമുക്ക് റീച്ച് കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ റീൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അതേപോലെ വെറുതെ ഒരു കണ്ടന്റ് എടുത്ത് റീൽ ക്രിയേറ്റ് ചെയ്ത് ഇടാതെ അതിനെ കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള റീൽസ് ക്രിയേറ്റ് ചെയ്ത് ഇടാനായിട്ട് നോക്കുക. എന്നാലാണ് നമുക്ക് കുറച്ചും കൂടെ റീച്ച് കിട്ടുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു ക്ലോത്ത് വെയർ ചെയ്തിട്ട് ഇപ്പൊ കുറെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡാൻസ് ഉണ്ടാവും. അപ്പം എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റ് എന്താണെന്ന് നോക്കുക. ട്രെൻഡിങ് ആയിട്ടുള്ള ചിലപ്പോൾ ചില സോങ്സ് ട്രെൻഡിങ് ആയിട്ട് വരും, ചിലപ്പോൾ ചില സ്റ്റെപ്സ് ട്രെൻഡിങ് ആയിട്ട് വരും. അങ്ങനെ അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് പോലെ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് നമ്മൾ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള റീൽസ് ക്രിയേറ്റ് ചെയ്ത് ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക് ക്യാപ്ഷൻസ് ഹാഷ്ടാഗ്സ് ഇതൊക്കെ കൊടുത്ത് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. എന്നാലാണ് നമുക്ക് കുറച്ചും കൂടി ഫോളോവേഴ്സ് നമുക്ക് ഇൻക്രീസ് ആവുള്ളൂ. ആദ്യമേ നമ്മളൊരു ക്ലയന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ പെയ്ഡ് ആക്ടിവിറ്റീസിലേക്ക് പോവാതെ ആദ്യം നമ്മൾ ജസ്റ്റ് ഓർഗാനിക് ആയിട്ട് ആ ഒരു ഇതിലേക്ക് ആ ഒരു അക്കൗണ്ടിലേക്ക് ആൾക്കാരിനെ കൊണ്ടുവരാൻ, ഓഡിയൻസിനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ആദ്യമേ നോക്കുക. അതായത് എൻഗേജിങ് ആയിട്ടുള്ള കണ്ടന്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് അതിന് ട്രൂ അത്യാവശ്യം ജെന്യുവിൻ ആയിട്ടുള്ള ഓഡിയൻസിനെ അതിലേക്ക് കൊണ്ടുവന്ന് ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ നോക്കുക. ഓക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുമ്പം ഡു വി നീഡ് ടു മാർക്കറ്റ് ഓൺ ഓൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്? നമ്മളിപ്പോ ഒരു ക്ലയന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആക്ടിവിറ്റീസ് എല്ലാം എല്ലാ സോഷ്യൽ മീഡിയസിലും നമ്മൾ ഷെയർ ചെയ്യണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യണ്ട. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമുക്ക് ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസിലും ഉള്ള ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫേസ്ബുക്കിലുള്ള ഓഡിയൻസ് ആയിരിക്കില്ല ഇൻസ്റ്റാഗ്രാമിലുള്ളത്, ഇൻസ്റ്റാഗ്രാമിലുള്ള ഓഡിയൻസ് ആയിരിക്കില്ല ലിങ്ക്ഡിനിലുള്ളത്, ട്വിറ്ററിലൊക്കെ ഉള്ളത് ഡിഫറെന്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്ത് ആ ഓഡിയൻസ് ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് പ്ലാറ്റ്ഫോം ഐഡന്റിഫൈ ചെയ്ത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാനായിട്ട് നോക്കുക. പക്ഷെ എല്ലാ പ്ലാറ്റ്ഫോംസിലും നമ്മുടെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കണം. എന്നിരുന്നാലും എല്ലാത്തിലും ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. നമ്മുടെ പ്രൊഡക്റ്റ് എന്താണോ അതിനെ കൂടുതലായിട്ടും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് ഏത് പ്ലാറ്റ്ഫോമിലാണോ ഉള്ളത് അതിലേക്ക് മാക്സിമം ഫോക്കസ് ചെയ്ത് അതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നോക്കുക. പിന്നെ ഇപ്പം നമുക്ക് ഓഡിയൻസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഫേസ്ബുക്കിൽ നമുക്ക് കുറച്ച് ഓൾഡ് ജനറേഷനിലുള്ള ഓൾഡർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതലായിട്ടും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഒരു 35+ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഫാമിലീസ് അല്ലെങ്കിൽ കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള ആ ഒരു ജനറേഷനിലുള്ള ആൾക്കാരായിരിക്കും കൂടുതലായിട്ട് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം അതിൽ നമ്മൾ ഷെയർ ചെയ്യും. എന്നിരുന്നാലും കൂടുതലായിട്ട് നമുക്ക് റീച്ച് വരാൻ ചാൻസ് ഉള്ളത് ഇൻസ്റ്റഗ്രാമിലായിരിക്കും. കാരണം ഇൻസ്റ്റഗ്രാമിലാണ് കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഉള്ളത്, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഓഡിയൻസ് ഉള്ളത്. അതിൽ കൂടുതലും റീൽസ്, ഫേസ്ബുക്കിലും നമുക്ക് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും കുറച്ചും കൂടി ആൾക്കാർ യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യം, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന അതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ആണ്. സോ ഇപ്പം ലൈഫ് സ്റ്റൈൽ, ഫാഷൻസ്, എന്റർടൈൻമെന്റ്സ് ഒക്കെ കൂടുതലും നോക്കുന്ന ആൾക്കാർ യങ്സ്റ്റേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിലാണ് അതിന്റെ ഓഡിയൻസ് കൂടുതലായിട്ടുള്ളത്. ഇനി ലിങ്ക്ഡിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പ്രൊഫഷണൽസ് ആയിരിക്കും. ആ ഒരു ഇത് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കൂടുതലായിട്ടും ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബിസിനസ്, ഇൻഡസ്ട്രീസ്, ടെക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യൽ, B2B ബിസിനസ്, സർവീസസ്, അങ്ങനെയുള്ള കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ലിങ്ക്ഡിൻ
പ്രൊഫൈൽ നമുക്ക് വേണം, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്വിറ്റർ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ന്യൂസ് അപ്ഡേറ്റ്സ് അങ്ങനെയുള്ള ഒപ്പീനിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ട്വിറ്ററിൽ ഉണ്ടാവുന്നത്. കുറച്ചും കൂടി ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുന്നത്. എക്സാമ്പിൾ പ്രൈം മിനിസ്റ്ററിന്റെ ഒക്കെ പോലുള്ള അവരുടെയൊക്കെ തോട്ട്സ് ഒപ്പീനിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവരത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ 4 പ്ലാറ്റ്ഫോംസിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും നമുക്കൊരു ക്ലയന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് ഏതാണെന്നുള്ളത് നമ്മൾ കൺഫേം ആക്കുക. അതിനനുസരിച്ചുള്ള പ്ലാറ്റ്ഫോം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം. ഇനി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന്റെ കീ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് സെറ്റ് എ ഗോൾ. നമ്മൾ ഒരു ക്ലയന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗോൾ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക. ഇപ്പം ചില ക്ലയൻസിനെല്ലാം അവരുടെ ബ്രാൻഡിങ് ആയിരിക്കും ചെയ്യേണ്ടത്. അതായത് കൂടുതലും ആ ഒരു ബ്രാൻഡിനെ മാക്സിമം ആൾക്കാരിലേക്ക് അവെയർ ചെയ്യിപ്പിക്കുക, അതിൻ്റെ ഒരു റെക്കഗ്നീഷൻ കൂട്ടുക, ആ ബ്രാൻഡിന്റെ വിസിബിലിറ്റി കൂട്ടുക എന്നുള്ളതായിരിക്കും ചിലപ്പം ചില ക്ലയൻസിന്റെ ആവശ്യം. ചിലർക്ക് സെയിൽസ് ആയിരിക്കും അവരുടെ ആ ഒരു ഇതിലേക്കുള്ള സെയിൽസിന്റെ കൂടുതൽ കൺവേർഷൻസ് കൂടുതൽ കൊണ്ടുവരാം, പർച്ചേസ് ലീഡ്സ് അതൊക്കെ കൊണ്ടുവരാം, അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിരിക്കും ചില ക്ലയൻസിന്റെ ആവശ്യം. ചിലർക്ക് വീഡിയോ വ്യൂസ് ആയിരിക്കും വേണ്ടത്, അവരുടെ ആ ഒരു ബ്രാൻഡിന്റെ വീഡിയോസ് ഒക്കെ വിസിബിൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, എൻഗേജ്മെന്റ് കൊണ്ടുവരിക, കൂടുതലും വീഡിയോ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്ത് വിടുക എന്നുള്ളതായിരിക്കും അവരുടെ ആ ഒരു ഗോൾ. നമ്മളൊരു ക്ലയന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഗോൾ എന്താന്നുള്ളത് ആദ്യമേ സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഓഡിയൻസിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരുടെ ഏജ്, ജെൻഡർ, അതേപോലെ അവരുടെ ഡെമോഗ്രാഫിക്സ്, ലൊക്കേഷൻ, ഓക്യുപ്പേഷൻസ്, ഹോബീസ്, അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അവർ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഓഡിയൻസ് ഏതാണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഇത് രണ്ടും കഴിഞ്ഞ ആദ്യമേ നമ്മൾ ഒരു ക്ലയന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്ലയന്റിന് എന്താണോ ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ഇത് നമ്മൾ കൊടുക്കുന്ന ഓഡിയൻസിനെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഏത് പ്ലാറ്റ്ഫോം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് നോക്കുക. ഇനി നമ്മളിവിടെ പറയുന്നത് കുറച്ചുകൂടെ റിസർച്ച് ചെയ്യാം എങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കണ്ടെന്നുള്ളത്. ഇപ്പം ഗൂഗിൾ ട്രെൻഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ ഉണ്ട്. അപ്പൊ നല്ല കുറച്ചും കൂടെ ട്രെൻഡിങ് ആയിട്ടുള്ള വൈറൽ ആയിട്ടുള്ള ഇപ്പൊ ഇന്ന് വൈറൽ ആയിട്ടുള്ള ടോപ്പിക്സ് അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ വീക്ക് വൈറൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ്, അങ്ങനെ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്സ് ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള കുറച്ചും കൂടി ഇത് കൊണ്ടുവരാണെങ്കിൽ കുറച്ചും കൂടെ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. റെലവെന്റ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിലൊക്കെ കൂടിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി റീച്ച് സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ നമുക്ക് ഓർഗാനിക് ആയിട്ടും റീച്ച് കൊണ്ടുവരാം, അതേപോലെ പെയ്ഡ് ആയിട്ടും നമുക്ക് റീച്ച് കൊണ്ടുവരാം. ഓർഗാനിക് ആയിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതേപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ നമ്മൾ എടുത്ത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കണ്ടന്റ് ഒക്കെ വർക്ക് ചെയ്ത് അതിനെ പോസ്റ്റ് ചെയ്ത് എൻഗേജ്മെന്റ് കൊണ്ടുവന്ന് ഷെയർ ചെയ്ത് അതെ, നമ്മൾ എപ്പോഴും നമ്മൾ കണ്ടന്റ് ഷെയർ ചെയ്യുമ്പോൾ അതിന് ഹൈലി ക്വാളിറ്റി ഉണ്ടായിരിക്കണം, എൻഗേജിങ് ആയിരിക്കണം കുറച്ച്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റ്സ് എല്ലാം നമ്മൾ കൊണ്ടുവന്ന് അതിന് ത്രൂ നമുക്ക് ഓർഗാനിക് റീച്ച് കൊണ്ടുവന്ന് നമുക്ക് ഓർഗാനിക്കലി നമ്മളൊന്ന് ഡെവലപ്പ് ആയി വരണം ആദ്യമേ. ഓർഗാനിക് ആയിട്ട് നമുക്ക് ഫോളോവേഴ്സിനെ കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ അതാണ് ഓർഗാനിക് റീച്ചിൽ വരുന്നത്. പെയ്ഡ് റീച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാം. ഇപ്പൊ ഞാനൊരു ലേഡീസിന്റെ പ്രൊഡക്റ്റ് ആണ് ഞാൻ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലേഡീസിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതിലും യങ്സ്റ്റേഴ്സിനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഏജ് ഇത് കൊടുക്കാം. അതേപോലെ അതിനോട് ഡെമോഗ്രാഫിക്സ് എനിക്ക് സെറ്റ് ചെയ്യാം, ഏത് തരത്തിലുള്ള ആൾക്കാരാണ് വേണ്ടത്, എന്ത് ഇഷ്ടപ്പെടുന്ന ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് വേണ്ടത്, ഏത് ബിഹേവിയർ ഉള്ള ആൾക്കാരാണ് വേണ്ടത്, അങ്ങനെ ഒരുപാട് ഡെമോഗ്രാഫിക്സ് വെച്ചിട്ട് എനിക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം പെയ്ഡ് റീച്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ടാർഗറ്റ് ചെയ്യാം ആൾക്കാരിനെ. ടാർഗറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് നമുക്ക് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസസിനെ എത്തിക്കാം. ആണ് നമ്മൾ പെയ്ഡ് റീച്ചിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ഒപ്റ്റിമൈസ് ചെയ്യണം കാര്യങ്ങളെല്ലാം. എന്നാലാണ് നമുക്ക് കുറച്ചും കൂടെ റീച്ചും അതിനനുസരിച്ചുള്ള റിസൾട്ട്സും കിട്ടാനുള്ള ചാൻസസ് കൂടുതൽ വരും. ഓക്കെ,
നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് വിഷ്വലി നമുക്ക് കുറച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ്സ്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളത്, എൻഗേജിങ് ആയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് ഓഡിയൻസിന് കിട്ടാനും അത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നമുക്ക് പറയുന്നത് എന്താണ് സോഷ്യൽ മീഡിയ, നമ്മൾ എങ്ങനെയാണ് ഒരു ഓഡിയൻസിനെ എടുക്കുന്നത്, ആ ഓഡിയൻസിനെ വെച്ചിട്ട് നമ്മൾ ഏത് പ്ലാറ്റ്ഫോം ആണ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, എങ്ങനെയുള്ള രീതിയിലുള്ള കണ്ടന്റ്സ് ആണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്, ട്രെൻഡിനനുസരിച്ചുള്ള കണ്ടന്റ്സ്, അങ്ങനെയൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇന്ന് ഇത്ര ഞാൻ പറയുന്നുള്ളൂ. എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, എങ്ങനെയൊക്കെ ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് ആണ് നമ്മൾ നോക്കുന്നത് കൂടുതലായിട്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ ഓരോന്നും എടുത്തിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്ത് നമ്മൾ പഠിക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡ്ഇൻ ആൻഡ് ട്വിറ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡേ നമുക്ക് ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്യാം.